നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. അരിപ്പയിൽ ആദിവാസികൾ നടത്തിവരുന്ന ഭൂസമരത്തിന് 1 വയസ്സ്. ദളിത് പിന്നോക്കക്കാർക്ക് കൃഷിഭൂമി നൽകി സമരം ഒത്തുതീർപ്പാക്കണമെന്ന ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ. BMS സംസ്ഥാന നേതാവ് ഏരൂർ മോഹനനെ അഞ്ചലിൽ അജ്ഞാതർ സംഘം ചേർന്ന് മർദ്ദിച്ചു. സ്വകാര്യ എസ്റ്റേറ്റ് മാനേജരുമായുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന് ഏരൂർ മോഹനൻ. കിഴക്കൻ മേഖലയിൽ മിന്നലിനെ ചെറുക്കാൻ ശാസ്ത്രീയ സംവിധാനമൊരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് MLA അഡ്വക്കേറ്റ് കെ രാജു. പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റ ജോലികൾ വിലയിരുത്താൻ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം കിഴക്കൻ മേഖലയിൽ ഉടൻ എത്തിയേക്കും. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കല്ലട പാലത്തിൽ സ്ഥാപിക്കേണ്ട ഗർഡറുകൾ ഖലാസികൾ എത്താത്തതിനെ തുടർന്ന് സ്ഥാപിക്കാനായില്ല. വാർത്തകൾ വിശദമായി. അരിപ്പയിൽ ആദിവാസികൾ നടത്തിവരുന്ന ഭൂസമരം 1 വർഷം പിന്നിട്ടു. ദളിത് പിന്നോക്കക്കാർക്ക് കൃഷിഭൂമി നൽകി സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. സമരത്തിന്റെ 1ാം വാർഷികാചരണത്തിലാണ് നേതാക്കൾ ആവശ്യമുന്നയിച്ചത്. കുളത്തൂപ്പുഴയിൽ നടന്ന സമര വാർഷികാചരണം IDF പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് MJ രാജു വെച്ചുചിറ ഉദ്ഘാടനം ചെയ്തു. ദളിത് ദരിദ്ര വിഭാഗത്തിന് സർക്കാർ വക മിച്ചഭൂമി, വനഭൂമി, പാട്ടഭൂമി തുടങ്ങിയവയിലൊന്നും യാതൊരുവിധ അവകാശവും ഇല്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 6 അടി മണ്ണ് പോലും സ്വന്തമായില്ലാത്ത അവസ്ഥയിൽ മരിച്ചാൽ മൃതദേഹം ഉള്ള കൂരയുടെ അടുക്കളയിൽ അടക്കം ചെയ്യേണ്ട അവസ്ഥയാണ്. ദളിതരുടെ ഈ ദരിദ്രാവസ്ഥ കണ്ടിട്ടും മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രശ്നപരിഹാരത്തിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് MJ രാജു കുറ്റപ്പെടുത്തി. ഇന്ന് റോഡിന്റെയും തോടിന്റെയും പുറമ്പോക്കി കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി ജീവിക്കുവാൻ വേണ്ടിയാണ്. അവർ ഈ രാജ്യത്ത് വ്യവസായം ഉണ്ടാക്കാൻ വേണ്ടിയല്ല സമരം ചെയ്യുന്നത്. അവർ ഈ രാജ്യത്ത് കോടികൾ മുടക്കി മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുവാനല്ല, അവർ കോളേജ് ഉണ്ടാക്കുവാനല്ല, അവർ ബാല നടത്തുവാൻ വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, അവർ ജീവിക്കുവാൻ വേണ്ടി, അവരെ കുഞ്ഞുങ്ങളെ അന്തിയുറക്കുവാൻ വേണ്ടി, അവരുടെ കുഞ്ഞുങ്ങളെ മാറോട് അടച്ചുകൊണ്ട് ഒരു നേരം ആഹാരം കഴിക്കുവാൻ വേണ്ടി, ഒരു കൂര വെക്കുവാൻ വേണ്ടിയാണ് അവര് ഭൂമി ചോദിക്കുന്നത്. അത്തരത്തിലുള്ള 100 കണക്കിന് ആൾക്കാരാണ് ഈ അരിപ്പ ഭൂസമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് പെരിനാട് ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി തോമസ് ജോൺ ചെപ്ര സ്വാഗതം പറഞ്ഞു. നേതാക്കളായ PG ഗോപി, K ശശികുമാർ, ജയ S രാജ്, VK വിമലൻ, സാംകുട്ടി ജേക്കബ്, VS സോമൻ, ജാനകി രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. BMS സംസ്ഥാന നേതാവ് ഏരൂർ മോഹനനെ അഞ്ചലിൽ അജ്ഞാതർ സംഘം ചേർന്ന് മർദ്ദിച്ചു. സ്വകാര്യ എസ്റ്റേറ്റ് മാനേജറുമായുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന് ഏരൂർ മോഹനൻ പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 5:30യോടെയാണ് സംഭവം. അഞ്ചൽ ചന്തമുക്കിലെ BED സെന്ററിന് സമീപത്തുള്ള BMS ഓഫീസിൽ നടന്ന യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ BMS തോട്ടം തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഏരൂർ മോഹനന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ 3 സംഘം കാറിൽ കയറിയ തന്നെ വാളുപയോഗിച്ച് വെട്ടാൻ ശ്രമിച്ചുവെന്നും കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തുവെന്നും ഏരൂർ മോഹനൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. BMSന്റെ യൂണിറ്റ് കൺവീനർമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിറങ്ങി എല്ലാവരും പോയതിനു ശേഷം ലാസ്റ്റ് ഞാൻ മുറി അടച്ച് വാതിക്കലോട്ട് ഇറങ്ങുന്ന സമയത്താണ് കാറിലോട്ട് കയറിയ സമയത്താണ് അവർ മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും കൂടെ ആൾക്കാർ വന്നിട്ട് ആക്രമിക്കുന്നത്. ആദ്യം എൻ്റെ കൂടെ ഏരു മോഹനാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവർ ആക്രമിക്കുന്നത്. ഒരു വടിവാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാറെല്ലാം തല്ലി തകർത്ത് ഞാനിതിൻ്റെ അകത്തായി പോയതുകൊണ്ട് എന്നെ അവർക്ക് പുറത്ത് വലിച്ചിടാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. മുഖത്തൊക്കെ അടിച്ച് അവർ കരുതി കൂട്ടി വന്നതാണ്. ഇവിടുത്തെ ആരൊന്നുമല്ല, അവർ ദൂരെയുള്ള ആളുകളാണ്. വളരെ വെൽ പ്ലാനോടുകൂടി വന്നതാണ്. സംഭവത്തിന് പിന്നിൽ ഏരൂർ പഞ്ചായത്തിലെ ഗ്രേസ്ലാൻഡ് എസ്റ്റേറ്റ് മാനേജറാണെന്നും കരുതിക്കുട്ടി ആക്രമിച്ചതാണെന്നും ഏരൂർ മോഹനൻ ആരോപിച്ചു. ഒരു എസ്റ്റേറ്റ് സംബന്ധമായിട്ട് ഏരൂർ പാണയത്തൊരു ഗ്രേസ്ലാൻഡ് എസ്റ്റേറ്റിലൊരു മാനേജറുമായിട്ടൊരു വിഷയമുണ്ട്. അയാൾ ആളുകളെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ 100% വിശ്വാസം. കമ്മിറ്റി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആരോ ഒറ്റ കൊടുത്തു. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് വന്ന് മാറി നിന്നതാണ്. ഇവർ നേരത്തെ 1.5 മണിക്കൂർ കൊണ്ടേ അവിടെ അപ്പുറത്ത് നിൽക്കുന്നതായിട്ടൊക്കെ അവിടെയുള്ള ആളുകൾ പറഞ്ഞായിരുന്നു. പിന്നീട് പോലീസിന് കൊടുത്ത മൊഴിയാണ്. ഏരൂർ മോഹനൻ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കിഴക്കൻ മേഖലയിൽ മിന്നൽ ദുരന്തങ്ങൾ പതിവായ സാഹചര്യത്തിൽ മിന്നലിനെ ചെറുക്കാൻ ശാസ്ത്രീയ സംവിധാനം ഒരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് MLA അഡ്വക്കേറ്റ് കെ രാജു ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഈ മേഖലയിൽ
മിന്നലിൻ്റെയും അതുപോലെ തന്നെ ഇടിയുടെയും ആഘാതത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുന്നുണ്ട്, ചിലർ മരണപ്പെടുന്നുണ്ട്. അതുപോലെ ധാരാളമായി മറ്റ് നാശനഷ്ടങ്ങളുമുണ്ടാകും. ആ നാശനഷ്ടങ്ങൾക്കെല്ലാം മതിയായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മേലിൽ ഇത്തരം വലിയ ആഘാതങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കഴിയത്തക്കൊണ്ട് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ തണ്ടർ അറസ്റ്റ്, അത് ഇടിയുമായി ബന്ധപ്പെട്ടുള്ള ആഘാതങ്ങൾ അറസ്റ്റ് ചെയ്ത് നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്ത് അത് ഈ കിഴക്കൻ മേഖലയിൽ, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, എൻ്റെ മണ്ഡലമായിട്ടുള്ള പുനലൂർ മണ്ഡലം അടക്കമുള്ള മേഖലയിൽ അത്തരം ശാസ്ത്രീയ ഉപകരണങ്ങൾ സ്ഥാപിച്ച് ഈ ഇടിയുടെയും മിന്നലിൻ്റെയും ആഘാതം കുറച്ചുകൊണ്ടുവരുന്നുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് നടപടിയെടുക്കണം എന്ന്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ കിഴക്കൻ മേഖലയിൽ ഇടിമിന്നലിൽ നിരവധി പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിരുന്നു. കനത്ത നാശനഷ്ടങ്ങളും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ MLAയുടെ ഫണ്ടിൽ നിന്ന് ധനസഹായം അനുവദിക്കാൻ മാനദണ്ഡങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇടിമിന്നലിൽ മരണപ്പെട്ടവർക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കണമെന്ന് MLA പറഞ്ഞു. പ്രകൃതി ക്ഷോഭത്തിന്റെ പട്ടികയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെയും മിന്നലും അതുപോലെ തന്നെ ഇടിയും അതിന്റെ ആഘാതം മൂലമുള്ള മരണങ്ങളോ പരിക്കുകളോ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ MLA ഫണ്ടിൽ നിന്ന് ഇതിനാവശ്യമായിട്ടുള്ള ധനസഹായങ്ങൾ ചെയ്യുന്നതിന് നിയമം അനുശാസിക്കുന്നില്ല. മറിച്ച് സർക്കാർ, പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ്, ഈ ഇടിമിന്നലിൽ പെട്ട് മരിക്കുന്നവർക്കും അതുപോലെ തന്നെ പരിക്ക് പറ്റുന്നവർക്കും എല്ലാം തന്നെ ചില ധനസഹായങ്ങൾ നൽകുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആ ഫണ്ട് കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ ചെങ്കോട്ട ഗേജ് മാറ്റ ജോലികൾ വിലയിരുത്താൻ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം കിഴക്കൻ മേഖലയിൽ ഉടനെ എത്തും. ഇതിനു മുന്നോടിയായി മധുര ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അനന്തരാമൻ ചൊവ്വാഴ്ച തെന്മല സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി. ഉച്ചയ്ക്ക് 1 മണിയോടെ തെന്മലയിലെത്തിയ അനന്തരാമൻ തെന്മല റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, എഞ്ചിനീയർമാരുടെ റെസ്റ്റ് ഹൌസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുടെ റിപ്പോർട്ട് തയ്യാറാക്കി. റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധനയ്ക്ക് എത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ കൂടാതെ ബുധനാഴ്ച 11 മണിക്ക് ചീഫ് എഞ്ചിനീയറും നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തും. നിലവിൽ ഇടമൺ കഴുതുരുട്ടി റീച്ചിൽ തെന്മല റെയിൽവേ സ്റ്റേഷന്റെയും റെസ്റ്റ് ഹൌസിന്റെയും പണി മാത്രമാണ് നടക്കുന്നത്. ഗേജ് മാറ്റ ജോലികൾ മന്ദഗതിയിലാണെങ്കിലും റെസ്റ്റ് ഹൌസിന്റെ പണി ദ്രുതഗതിയിലാണ് പൂർത്തീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ 2016 ട്രെയിൻ ഓടിക്കുമെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, തെന്മല. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കല്ലട പാലത്തിൽ സ്ഥാപിക്കേണ്ട ഗർഡറുകൾ കലാസികൾ എത്താത്തതിനെ തുടർന്ന് സ്ഥാപിക്കാനായില്ല. ഇടമൺ തെന്മല ആര്യങ്കാവ് റീച്ചുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. പുനലൂർ ചെങ്കോട്ട റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കല്ലടയാറിന് കുറുകെ മൂർത്തിക്കാവിന് സമീപത്തുനിന്ന് ആരംഭിച്ച് പുനലൂർ മൂവാറ്റുപുഴ പാതയ്ക്ക് സമീപത്ത് അവസാനിക്കുന്ന 500 മീറ്ററോളം നീളമുള്ള പാലത്തിൽ സ്ഥാപിക്കുന്നതിനായി എത്തിച്ച ഗർഡറുകളാണ് കലാസികൾ എത്താത്തതിനാൽ സ്ഥാപിക്കാനാകാതെ പോയത്. പാലത്തിന്റെ ജാക്കറ്റിംഗ് പുരോഗമിക്കുകയാണ്. ഒരു തൂണിന്റെ കാൽഭാഗം ജാക്കറ്റിംഗ് മാത്രമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ഗർഡറുകൾ സ്ഥാപിച്ചതിന് ശേഷവും നിർമ്മാണം നടത്താൻ സാധിക്കുമെന്നാണ് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ. പാലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള പഴയ ഗർഡറുകൾ എടുത്തുമാറ്റി പുതിയത് സ്ഥാപിക്കുന്നത് ഏറെ ഭാരിച്ചതും പരിചയസമ്പന്നരെ കൊണ്ട് മാത്രം സാധിക്കുന്നതുമായ ജോലിയാണ്. അതുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്ത പരിചയമുള്ള ഖലാസികൾക്കായി കാത്തിരിക്കുന്നത്. 2014 അവസാനത്തോടെ പുനലൂർ ചെങ്കോട്ട പാതയിൽ ട്രെയിൻ സർവീസ് നടത്തുമെന്ന് റെയിൽവേ അവകാശപ്പെടുമ്പോഴും പുനലൂർ ഇടമൺ തെന്മല ആര്യങ്കാവ് റീച്ചുകളിലെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ആര്യങ്കാവ് ഭഗവതിപുരം റീച്ചിൽ മാത്രമാണ് കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് 16-കാരിയായ ദളിത് പെൺകുട്ടി പീഡനത്തിനിരയായ സംഭവത്തിൽ ഒളിവിലുള്ള 2 പേർ ഉടൻ പിടിയിലായേക്കുമെന്ന് സൂചന. പത്തനാപുരം, പുന്നല, കലഞ്ഞൂർ മേഖലകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. പീഡനത്തിന് ഇരയാകുന്നതിന് മുൻപ് പെൺകുട്ടി വിളക്കുടി സ്നേഹതീരത്തിലും തുടർന്ന് കൊല്ലം മഹിളാ മന്ദിരത്തിലുമാണ് താമസിച്ചു വന്നിരുന്നത്. ഇവിടെ നിന്ന് ബന്ധുവെന്ന് പറയുന്ന ജാനമ്മ എന്ന സ്ത്രീ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കറവൂരിലെ ഇവരുടെ വീട്ടിൽ വെച്ചാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് രണ്ടാനച്ചൻ ഉൾപ്പെടെ 5 പേരെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിടിയിലായ രണ്ടാനച്ചൻ മോഹനൻ, ജാനമ്മ, ബന്ധുക്കളായ മനീഷ്, ബിനുക്കുട്ടൻ, അനിൽകുമാർ എന്നിവർ ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിനിടെ അഗതി മന്ദിരത്തിലെ വാസത്തിനിടെയും പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതു സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പിടികൂടാനുള്ള ഷിജു, ഉണ്ണിക്കുട്ടൻ എന്നിവർ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചതായും ഇവർ ഉടൻ പിടിയിലാകുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. പുനലൂർ ഡിവൈഎസ്പി NA ബൈജു, പത്തനാപുരം CI വേലായുധൻ നായർ, SI ഷുക്കൂർ എന്നിവർക്കാണ് അന്വേഷണ ചുമതല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വേനൽ മഴയിൽ കിഴക്കൻ മേഖലയിൽ വ്യാപക നാശനഷ്ടം. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. തലച്ചിറ, മേലില, ചക്കുവരക്കൽ, കോക്കാട്, വെഞ്ചേമ്പ്, നരിക്കൽ എന്നിവിടങ്ങളിലായി 1000-ലേറെ റബ്ബർ മരങ്ങളാണ് മഴയിൽ ഒടിഞ്ഞു വീണത്. പലയിടങ്ങളിലും വൈദ്യുത ലൈനുകളും പോസ്റ്റുകളും വ്യാപകമായി നശിച്ചു.
ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നതിനാൽ KSEB ജീവനക്കാർക്ക് വൈദ്യുതി പുനഃസ്ഥാപിക്കാനും കഴിയുന്നില്ല. ശക്തമായ കാറ്റിൽ കോക്കാട് പള്ളിമല രമ്യാനിവാസിൽ മോഹനന്റെ വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. വേനൽക്കാലത്ത് ഇത്ര ശക്തമായ മഴ ലഭിക്കുന്നത് അപൂർവമാണ്. എന്നാൽ ശക്തമായ കാറ്റും മിന്നലും ഇടിയും നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തുകയാണ്. തലച്ചിറ കോക്കാട് നരിക്കൽ ഭാഗങ്ങളിൽ വൈദ്യുത തടസ്സവും പുലിഭീതിയും കൂടിയായപ്പോൾ 5 മണിക്ക് ശേഷം ജനം റോഡിലിറങ്ങുന്നില്ല. കടപുഴകി വീണ മരങ്ങളിൽ പലതും കൂറ്റൻ റബ്ബറുകളാണ്. വ്യാപകമായി മരങ്ങൾ വീണ് 11 kV ഉൾപ്പെടെയുള്ള വൈദ്യുത ലൈനുകൾ നശിച്ചിട്ടുണ്ട്. ചെങ്ങമനാട് സബ് ഡിവിഷന്റെ കീഴിലുള്ള ഈ പ്രദേശങ്ങളിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വേണ്ടിവരും. മഴയിൽ പല പ്രദേശങ്ങളിലും മരം വീണതിനാൽ പുനലൂർ, അഞ്ചൽ, ചടയമംഗലം ഡിപ്പോകളിൽ നിന്നുള്ള ബസ് സർവീസുകൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കോക്കാട് പുത്തൻപുര ഭാഗത്ത് റോഡിൽ 50 മരങ്ങളിൽ കൂടുതൽ കടപുഴകി വീണു. സമീപത്തെ അംഗൻവാടിക്ക് മുകളിലേക്ക് വൈദ്യുത പോസ്റ്റും റബ്ബർ മരവും വീണ് ഭാഗികമായി തകർന്നു. സംഭവ സമയത്ത് കുട്ടികളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. നിലവിലെ സാഹചര്യത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും ഏറെ താമസമുണ്ടാകും. ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും റവന്യൂ അധികൃതർ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ശക്തമായ ഇടിമിന്നലിൽ വെട്ടിത്തിട്ടയിൽ വീട് ഭാഗികമായി തകർന്നു. ഗൃഹോപകരണങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു. ശനിയാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ ഇടിമിന്നലിലാണ് വെട്ടിത്തിട്ട പാറവിള വീട്ടിൽ സോമന്റെ വീട് ഭാഗികമായി തകർന്നത്. വൈകിട്ട് 4 മണിയോടെ ശക്തമായ മിന്നലും സ്ഫോടന ശബ്ദവും ഉണ്ടായത്രേ. നിമിഷനേരം കൊണ്ട് വീടിനുള്ളിൽ പുകപടലങ്ങൾ നിറഞ്ഞു. ഈ സമയം വീട്ടിൽ 4 സ്ത്രീകളും 3 മാസം പ്രായമുള്ള കുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും ഭയന്ന് നിലവിളിച്ച് അടുത്ത വീട്ടിൽ അഭയം പ്രാപിക്കുകയായിരുന്നുവെന്ന് ഗൃഹനാഥ രത്നമ്മ പറഞ്ഞു. ഒരു പൊടിക്കുഞ്ഞും ഞങ്ങൾ 4 പെണ്ണുങ്ങളും മാത്രം ഈ മുറിക്കകത്തുണ്ടായിരുന്നു. ഒരു 12 മണി 1 മണി സമയത്ത് ഭയങ്കര ഒരു പൊട്ടൽ കേട്ടു. എന്ത് വാങ്ങി അയച്ച് നോക്കി ഓടി വന്നപ്പോഴത്തേന് പെരയ്ക്കകം മൊത്തം അങ്ങ് പുകയും തീയുമായിരുന്നു. ടങ്ങളി കാണാൻ വയ്യായിരുന്നു. പിന്നെ നോക്കിയപ്പോഴത്തേന് കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞങ്ങ് മരവിച്ച്, കുഞ്ഞിന് ശബ്ദവും ഇല്ല, അനക്കവും ഇല്ല. അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അടുത്ത വീട്ടിൽ ഓടിക്കയറി. ഭയങ്കര മഴയായിരുന്നു. അതും കഴിഞ്ഞ് ഓടി വരുമ്പോഴാണ് ടിവിയും പോയി. വീട്ടിലുള്ള സകല സാധനങ്ങളും നശിച്ച് അതോടുകൂടി അങ്ങ് താഴോട്ട് മാറി. വാഴ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ചത്ത്. ഞാൻ മുറിക്കകത്ത് 10 വീണെഴുതിച്ച് മക്കൾ എന്ത് ചെയ്യുന്നു നോക്കിയപ്പോഴാണ് ഇത്രയും സംഭവം ഇതിനകത്തുണ്ടായി. ശക്തമായ ഇടിമിന്നലിൽ വയറിംഗുകൾ, മീറ്റർ, മെയിൻ സ്വിച്ച്, വീട്ടിനുള്ളിലെ സ്വിച്ച് ബോർഡുകൾ, മിക്സി, ഫാൻ, തേപ്പ് പെട്ടി തുടങ്ങി എല്ലാ ഉപകരണങ്ങളും നശിച്ചു. TV ഇരുന്ന സ്ഥലത്തെ ഭിത്തിയിൽ വലിയ വിള്ളലുണ്ടായി. അടുക്കള ഭിത്തിയും ഗ്യാസ് സ്റ്റവും മുറ്റത്തെ വാഴകളും നശിച്ചു. ഗ്യാസ് സിലിണ്ടർ കാലിയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിവരം താലൂക്ക് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വില്ലേജ് ഓഫീസിൽ നിന്ന് പരിശോധനയ്ക്ക് ആരും തന്നെ എത്തിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വേനൽ മഴ കനത്തതോടെ KIPയുടെ ഇടതു വലതുകര കനാലുകളിലൂടെയുള്ള ജലവിതരണം നിർത്തിവെച്ചു. പരപ്പാർ ഡാമിലെ വൈദ്യുതോൽപാദനവും താൽക്കാലികമായി നിർത്തി. വൈകുന്നേരവും പീക്ക് അവറുകളിലും മാത്രമാണ് ഇപ്പോൾ വൈദ്യുതോത്പാദനം നടക്കുന്നത്. ഇടതു വലതുകര കനാലുകളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മഴ ലഭിച്ചതിനെ തുടർന്നാണ് ഷട്ടർ താഴ്ത്തി നീരൊഴുക്ക് നിയന്ത്രിച്ചത്. വേനൽ മഴ കനത്തതോടെ ഡാമിന്റെ ജലനിരപ്പ് 94.06 മീറ്ററായി ഉയർന്നിട്ടുണ്ട്. വൈദ്യുതോത്പാദനം നിർത്തിയതോടെ കല്ലടയാറ് വരണ്ട നിലയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കിഴക്കൻ മേഖലയിൽ കനത്ത മഴയാണ് പെയ്തിറങ്ങിയത്. എന്നാൽ ഇത് ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ ലഭ്യത കുറയ്ക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. വേനൽക്കാലത്ത് പ്രത്യക്ഷപ്പെടാറുള്ള കോമൺ എമിഗ്രന്റ് ചിത്രശലഭങ്ങൾ ഇക്കുറിയും തെന്മലയിലും പരിസരത്തും വിരുന്നെത്തി. കൂട്ടമായെത്തിയ ശലഭങ്ങൾ കൗതുക കാഴ്ചയായി. തിങ്കളാഴ്ച രാവിലെ വേനൽ മഴയ്ക്ക് ശേഷമുള്ള ഇളംവെയിലാണ് തെന്മല 13 കണ്ണറ പാലത്തിനു സമീപം ചിത്രശലഭങ്ങൾ കൂട്ടമായെത്തിയത്. മഞ്ഞ, ഇളം പച്ച നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ ചിത്രശലഭങ്ങൾ മഴക്കാലത്ത് മഡ് ബഡ്ലിംഗ് നടത്തുന്നതിന്റെ ഭാഗമായി മണ്ണിൽ പറ്റിപ്പിടിച്ച് കൂട്ടമായി ഇരിക്കാറുണ്ട്. മണ്ണിലെ ലവണാംശം എടുത്ത് ഇണചേരാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ശലഭങ്ങൾ നിലത്ത് കൂട്ടം കൂടുന്നതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ആൺശലഭങ്ങളാണ് ഈ പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. നാരകച്ചെടിയിലാണ് ഈ ശലഭങ്ങൾ മുട്ടയിടാറുള്ളത്. വേനൽ മഴയ്ക്ക് ശേഷമുള്ള ഇളംവെയിലിൽ തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായ ബട്ടർഫ്ലൈ പാർക്കിലും ശലഭങ്ങൾ കൂട്ടമായി എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. മഴക്കാലപൂർവ്വ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കാല വാർഡിൽ ആരംഭം കുറിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡിലെ കുടുംബശ്രീ തൊഴിലുറപ്പ് ആശാ വർക്കർമാർ നേതൃത്വം നൽകി. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് കുടുംബങ്ങളെ ബോധവത്കരിക്കുക, പൊതുനിരത്തുകൾ വൃത്തിയാക്കുക, റബ്ബർ തോട്ടങ്ങളിലെ ചിരട്ടകൾ കമിഴ്ത്തി കൊതുകിന്റെ ഉറവിടം നശിപ്പിക്കുക, വീടിന്റെ ടെറസുകളിലും ഉപയോഗശൂന്യമായ വസ്തുക്കളിലും കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിടുക തുടങ്ങിയവയാണ് ഇവർ ചെയ്യുന്നത്. ഡെങ്കിപ്പനി, മഴക്കാല രോഗങ്ങളുടെ മുന്നോടിയായിട്ടുള്ള ഡെങ്കിപ്പനി, പിന്നെ ചിക്കൻ ഗുനി എന്നിവയ്ക്കെതിരെയുള്ള സോഴ്സ് പ്രൊട്ടക്ഷനാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഹെൽത്ത് സെന്ററും വാർഡ് മെമ്പറിന്റെ സാന്നിധ്യത്തിൽ കുടുംബശ്രീക്കാരും തൊഴിലുറപ്പ് അംഗങ്ങളും ചേർന്നാണ് ആശാപ്രവർത്തകർ ഉൾപ്പെടെയുള്ള 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടാണ്
ഞങ്ങൾ ഇന്നിവിടെ ഈ പരിപാടി നടത്തുന്നത്. കുട്ടികൾ സംഘടിച്ച വീടുകൾ തോറും ബോധവത്കരണവും നടത്തിവരുന്നു. മഴക്കാലത്ത് കൊതുക് പരത്തുന്ന രോഗങ്ങൾ തടയാൻ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ സഹായിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ടി എം ബിജു പറഞ്ഞു. തലൂർ പഞ്ചായത്തിലെ 20 വാർഡുകളിലും മഴക്കാല രോഗങ്ങളെ തടയുന്നതിന് വേണ്ടി കുട്ടികൾ വീട് വീടാന്തരം കയറിയിറങ്ങി ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ കടുത്ത പനി, ഡെങ്കി ഫീവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും ജനങ്ങൾ ഈ മലിനീകരണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതിനും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നതിനും ഒക്കെയുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ പ്രദേശത്തെ കഴിഞ്ഞ കാലങ്ങളിലും ഇതേപോലെയുള്ള മാതൃകാപരമായ ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഫീൽഡ് തലങ്ങളിൽ വീടാന്തരം കയറിയിറങ്ങി ആളുകൾ അതിനെ നേതൃത്വം നൽകുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുളത്തൂപ്പുഴ ഓന്തുപച്ചയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ നടപ്പാക്കിയ ജനകീയ കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ഓന്തുപച്ച കോളനിയിലെ 30ഓളം കുടുംബങ്ങൾക്ക് പദ്ധതി ഗുണകരമാവും. കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിയക്കോട് വാർഡിൽ ഉൾപ്പെടുന്ന ഓന്തുപച്ചയിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ജനകീയ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. മഴ സമയത്ത് പോലും കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഓന്തുപച്ച കോളനി. കോളനിയിൽ നടന്ന ചടങ്ങിൽ സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് അനീഷ് യൂസഫിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഷാക്കീർ വേളറ കുടിവെള്ള പദ്ധതി ജനങ്ങൾക്ക് സമർപ്പിച്ചു. 939 കോടി രൂപ കേരളത്തിൽ ചെലവഴിക്കാൻ കൊടുത്തിരിക്കുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. പഞ്ചായത്തുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, ജില്ലാ പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, കോർപ്പറേഷനുകളുണ്ട്. ആസൂത്രണ കമ്മീഷൻ ഇതിന്റെ കണക്കെടുത്തിട്ട് അതിന്റെ അവലോകനം നടത്തിയിട്ട് 2 കാര്യങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, ഏതാണ്ട് എല്ലാ പഞ്ചായത്തുകളും, ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഇത് ചെലവഴിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു. ആദിവാസികളെയും വളരെ പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെയും ജനവിഭാഗങ്ങളെയും അവരുടെ വികസന കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ ഫണ്ട് ചെലവഴിക്കുന്നതിൽ തന്നെ വലിയ വീഴ്ച വരുത്തിയിരിക്കുന്നു. ജനകീയ കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് സുദർശൻ സ്വാഗതം പറഞ്ഞു. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ വഹാബ്, SDPI മണ്ഡലം പ്രസിഡന്റ് നവാസ്, ഫേസ്ബുക്ക് കൂട്ടായ്മയായ സൌഹൃദം അഡ്മിൻ പി സനൽകുമാർ, കുടിവെള്ള പദ്ധതി കൺവീനർ ഷെഫീഖ് ചോഴിയക്കോട്, സോളിഡാരിറ്റി ഏരിയ പ്രസിഡന്റ് ഷമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. റബ്ബർ കർഷകർക്കായി റബ്ബർ ബോർഡ് സംഘടിപ്പിച്ച തീവ്രബോധന പരിപാടിയുടെ പുനലൂർ മേഖലാതല ഉദ്ഘാടനവും റബ്ബർ കർഷക സെമിനാറും ഏരൂരിൽ സംഘടിപ്പിച്ചു. ഏരൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് കെ രാജു MLA ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നി കഴിഞ്ഞ 3-4 ദിവസത്തെ വേനൽ മഴയും കാറ്റും പെട്ട്, പ്രത്യേകിച്ച് ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്ത്, ബാക്കിയുള്ളിടത്ത് എനിക്കറിയില്ല, നിരവധിയായിട്ടുള്ള വീടുകൾ തകർന്നു, നിരവധി ആളുകൾ മരിച്ചു, നിരവധി റബ്ബർ കൃഷിക്കാർ വലിയ നഷ്ടം നേരിടേണ്ട സ്ഥിതിയില്ല. സ്വാഭാവികമായിട്ട് ഈ സെമിനാർ സംഘടിപ്പിച്ച സമയം റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്കും സർക്കാരിലും ചുമതലപ്പെട്ടവർക്കുമെല്ലാം ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട സമയത്താണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തുടർന്ന് നടന്ന സെമിനാറിൽ റബ്ബർ കർഷകരും തോട്ടം തൊഴിലാളികളും പങ്കെടുത്തു. കെ ദേവേന്ദ്രൻ അധ്യക്ഷനായി, ജി ശ്രീധരൻപിള്ള സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. വൻകിട റബ്ബർ വ്യവസായം കേരളത്തിലില്ല. 96% റബ്ബർ കേരളത്തിൽ ഉത്പാദിപ്പിക്കുമ്പോൾ ഇന്ത്യയിലെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളിലെ 96% എവിടെയാണ്? കേരളത്തിൽ പുറത്താണ്. കേരളത്തിൽ പുറത്താണ് റബ്ബർ വ്യവസായം, ടയർ ലോറികൾ കേരളത്തിൽ പുറത്താണ്. അവർ വിൽക്കുന്ന ടയറിന്റെ വില എന്ത് വിലയ്ക്കായി കൊടുക്കുന്നത്? 250 രൂപ റബ്ബറിന് വിലയുണ്ടാകുന്ന സന്ദർഭത്തിലെ വിലയാണ് ടയർ മുതലാളി ടയറിനൊന്നു ഈടാക്കുന്നത്. റബ്ബറിന്റെ വിലയോ 140. അപ്പോൾ വ്യവസായികളുടെ ലാഭം എത്ര ഇരട്ടിയേക്കാളും ഉയരുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റബ്ബർ കർഷകരെ ദുരിതത്തിലാക്കുന്നത്? S രാജൻ, N ഉപേന്ദ്രൻ, ഏരൂർ സുഭാഷ്, S സന്തോഷ്, PS സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ നെടുമ്പാറ TCNM ഗവൺമെന്റ് HS പുതിയ അധ്യയന വർഷത്തിലും നേട്ടം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഭാഗമായുള്ള പ്രത്യേക പരിശീലനം തുടങ്ങി. തോട്ടം മേഖലയായതിനാൽ മലയാളം മീഡിയത്തിന് പുറമെ തമിഴ് മീഡിയവും സ്കൂളിൽ പഠിപ്പിക്കുന്നു. ദിവസേന ഉച്ചവരെയാണ് ഇപ്പോൾ ക്ലാസുകൾ നടക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പാഠങ്ങളും വിഷയങ്ങളും കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകുകയാണ് ഇപ്പോൾ. ഇക്കൊല്ലം 10ാം ക്ലാസ്സിൽ 25 കുട്ടികളാണ് പഠിക്കുന്നത്. നിരവധി പോരായ്മകൾക്കിടയിലും 100% വിജയം നേടിയതിന്റെ ആത്മവിശ്വാസം ഇവിടുത്തെ അധ്യാപകർക്കും കുട്ടികൾക്കുമുണ്ട്. 9:30 ഞങ്ങൾ സ്കൂൾ തുടങ്ങി ടീച്ചേഴ്സ് സൂപ്പർവൈസൻ ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കും. அதுக்கு 3:30 മുതൽ 4:30 വരെ എക്സ്ട്രാ ടൈം കൊടുത്ത് പിള്ളേരെ പഠിക്ക வைப்போம். அதனாலதான் 100% വിജയം கிடைச்சது. അധ്യാപകരുടെയും കുട്ടികളുടെയും PTA-യുടെയും കൂട്ടായ പ്രയത്നമാണ് കഴിഞ്ഞ വർഷത്തെ 100% വിജയത്തിന് പിന്നിലെന്നും ഇക്കുറിയും വിജയം ആവർത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് തങ്ങളെന്നും സ്കൂൾ ഹെഡ്മാസ്റ്റർ K. നാഗരാജൻ ലൈവ് വാർത്തയോട് പറഞ്ഞു. 2013-2014 കൽവിയാണ്ടിൽ 100% வெற்றி கிடைச்சது எங்களுக்கு. இதுக்கு காரணம் நெடும்பாறை ஸ்கூலில் உள்ள அனைத்து டீச்சர்ஸும், அனைத்து பேரண்ட்ஸும், அனைத்து ஸ்டூடெண்ட்ஸும் காரணம். எல்லாம் கடின உழைப்பு தான் காரணம் 100% ஜெயிச்சதுக்கு. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളോട് പൊരുതി SSLCക്ക് ഉന്നത വിജയം നേടിയ പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സമ്മാനം. ഒറ്റക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് SSLCക്ക് മികച്ച വിജയം നേടിയ ഈ മിടുക്കി. തെന്മല ഡാം KIP കോളനിയിലെ രാമറിന്റെയും മുത്തുലക്ഷ്മിയുടെയും മകൾ പവിത്രയെ തേടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹന്റെ അപ്രതീക്ഷിത സമ്മാനമെത്തിയത്. 7 A+ഉം 3 Aയുമാണ് SSLCക്ക് പവിത്രയുടെ സമ്പാദ്യം. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ നിരവധി കുട്ടികളുണ്ടെങ്കിലും കോളനിയിലെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ കൈവരിച്ച നേട്ടമാണ് പവിത്രയുടെ വിജയത്തിന്റെ മൂല്യം ഉയർത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങളും നൽകുമെന്ന് S. ജയമോഹൻ ഉറപ്പു നൽകി. CPM കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R. സുരേഷ്, CITU നേതാവ് പ്രദീപ് കുമാർ തുടങ്ങിയവരും S. ജയമോഹനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരിപ്പയിൽ ആദിവാസികൾ നടത്തിവരുന്ന ഭൂസമരത്തിന് 1 വയസ്സ്. ദളിത് പിന്നോക്കക്കാർക്ക് കൃഷിഭൂമി നൽകി സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ. BMS സംസ്ഥാന നേതാവ് ഏരൂർ മോഹനനെ അഞ്ചലിൽ അജ്ഞാതർ സംഘം ചേർന്ന് മർദ്ദിച്ചു. സ്വകാര്യ എസ്റ്റേറ്റ് മാനേജരുമായുള്ള തർക്കത്തിന്റെ തുടർച്ചയാണ് സംഭവമെന്ന് ഏരൂർ മോഹനൻ. കിഴക്കൻ മേഖലയിൽ മിന്നലിനെ ചെറുക്കാൻ ശാസ്ത്രീയ സംവിധാനമൊരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് MLA അഡ്വക്കേറ്റ് K. രാജു. പുനലൂർ ചെങ്കോട്ട ഗേജുമാറ്റ ജോലികൾ വിലയിരുത്താൻ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം കിഴക്കൻ മേഖലയിൽ ഉടൻ എത്തിയേക്കും. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി കല്ലട പാലത്തിൽ സ്ഥാപിക്കേണ്ട ഗർഡറുകൾ ഖലാസികളെത്താത്തതിനെ തുടർന്ന് സ്ഥാപിക്കാനായില്ല. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.